ഇത് കഴിഞ്ഞ മഴക്കാലത്ത് ഞങ്ങളുടെ കെട്ട് പൊട്ടി വീണതാണ്. തോടാണ് ആ കാണുന്നത്. മഴക്കാലത്ത് ഭയങ്കര ഒഴുക്കില്ല മഴയായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കാരണം നമ്മളിത് കെട്ടിയിട്ടില്ല. കാരണം കെട്ടുന്നതൊക്കെ പൊട്ടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കെട്ടുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ കെട്ടും വേണം. അപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ട, ഈ ഇറക്കൂല സ്ഥലം, ഈടെ വന്നിട്ട് നമ്മളെ ഈ കുഞ്ഞുമോൻ കുത്തിയിരിക്കും. ഞാനൊരു 3-4 പ്രാവശ്യമായി ഇതിനെടുത്തിട്ട് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവനെയും കൊണ്ട് കുറേ ചെടിയുടെ കാടെല്ലാം പറിച്ച് ഇങ്ങനെ നമ്മളെ ആത്തച്ചക്കയുണ്ട് ഇവിടെ പഴുത്ത് കിടക്കുന്നത് കണ്ടാ. എത്ര ഇപ്രാവശ്യം പിടിച്ചത് 3 എണ്ണം. പക്ഷേ ആ 3 എണ്ണത്തിൽ ഒരെണ്ണം പഴുത്ത് പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരെണ്ണം നല്ല വൃത്തിക്ക് കിട്ടി. ഇപ്പം ഇത് ആയിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ ഞങ്ങളിത് കൊത്താനിരുന്നത് ഇതെന്ന് വെച്ചാൽ മുറ്റത്ത് ഭയങ്കര ഇല വീഴുന്നു, ഭയങ്കരമായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നിറച്ചും പിടിച്ചിട്ടുണ്ട്. കണ്ട ഈ പൂവ് കണ്ട, ഇങ്ങനെ നിറച്ചും ഈ തൈ നിറച്ചും ഇപ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. നമ്മളെ പറമ്പുണ്ടല്ലോ, അടിപൊളി പറമ്പ്. എന്തെങ്കിലും ഒന്ന് വെറുതെ കുഴിച്ചിട്ടാൽ മതി അതിൽ പിടിക്കും. ഇത്രയും നല്ല പറമ്പാണ്. അപ്പോൾ ഇനി കാണിക്കുന്നത് ഒരു മാവ്. ഇത് പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് നട്ടതാണ്. ചെറിയ മാവിൻ്റെ തൈ കണ്ട, ഇതിൻ്റെ വണ്ണം കണ്ട. ഇത്ര ചെറിയ മാവിന് നമ്മൾ അറിയുന്നില്ല കേട്ടോ ഇതിൽ മാങ്ങ പിടിച്ചത്. ഞാൻ ഈ ചെടിയുടെ ഉള്ളിൽ ഒരിക്കൽ വൃത്തിയാക്കാൻ വെച്ചാൽ ഈ നായ്ക്കൾ വന്നതിന് ശേഷം, പൂച്ചകളും നായ്ക്കളെല്ലാം വന്നതിന് ശേഷം ചെടി പരിപാലനെല്ലാം വിട്ടിനി. അല്ലെങ്കിൽ എനിക്കൊരു ഹരമായിരുന്നു പച്ചക്കറി നടൽ, ചെടി നടൽ, ഇതെല്ലാം ഉണ്ടാ. ചെക്കിയെല്ലാം കണ്ട, ഇതെല്ലാം തിരിഞ്ഞ് നോക്കലില്ല. പക്ഷെ അവരിങ്ങനെ സ്വയം പൂത്ത് നമുക്കിങ്ങനെ അവരുടെ ഭംഗി കാണിച്ചു തരുന്നത്. അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ മാവ് കണ്ടിട്ട് കേട്ടാ, ഈ മാവിൽ മാങ്ങ ഒരു 3 എണ്ണം ഉണ്ടായിനെ. ഒന്ന് പൂച്ചയെല്ലാം കൂടി പറിച്ചിട്ടു. വൃത്തിയാക്കിയിട്ടാകുമ്പോൾ അവരും കണ്ടു, ഞാൻ കണ്ട പോലെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുമോൻ എൻ്റെ കൈമയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയാനില്ല വെച്ചാൽ എപ്പോഴോ നട്ട ഒരു എന്താ പറയുക, കോവയ്ക്ക ഞാൻ കുറച്ച് പടർത്തിയിട്ടെല്ലാം ആക്കാന്ന് വെച്ചാൽ കോവയ്ക്കാണ് ഈ കാണുന്നത്. ഇതെല്ലാം ചെടിയുടെ മുകളിലെല്ലാം പടർന്ന് പിടിച്ചിട്ട് ഇനി ഒരു പന്തലിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് രഞ്ജിത്തിന് അതിന് നേരമില്ല. എനിക്കാണെങ്കിൽ പന്തലിടാൻ അറിയുകയും ചെയ്യില്ല. അപ്പോൾ ഈടെ നമ്മൾ ഈ നായ്ക്കളും പൂച്ചകളെല്ലാം പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നെറ്റടിച്ചിന് കണ്ട. ഇത് നമ്മൾ 15 സെൻറ്റ് സ്ഥലം ചുറ്റിനും ഇങ്ങനെ അടിച്ചിന്. അപ്പോൾ ഈ നെറ്റിൻ്റെ മുകളിലേക്ക് ഇത് കുറേയെല്ലാം പടർന്നിട്ടുണ്ട്, കുറേയെല്ലാം ഇതാ ഈ ചെടിയുടെ എല്ലാം മുകളിൽ പടർന്നിന്. പക്ഷേ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇതും ഞാൻ പറഞ്ഞേ ഇങ്ങോട്ടേക്ക് വിരൽ കുറച്ച് കുറവാണ്. എന്താ വെച്ചാൽ സമയമില്ല ഇവരോട്. അപ്പം ഇന്ന് ഞാൻ വെറുതെ വന്ന് നോക്കുമ്പോൾ ഇത് നിറയെ കായ്ച്ചിനി കണ്ട. ഈ കാണുന്നതെല്ലാം കോവയ്ക്കാണ്. ഉണ്ട് ഇഷ്ടം പോലെ കോവയ്ക്ക. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒരുപാടുണ്ട്. ഉണ്ടാ ഒരുപാട് കോവല്. കുഞ്ഞുമോനുണ്ട്, കുഞ്ഞുമോനെ ബൈരൂട്ടൻ എൻ്റെ ബൈരൂട്ടാ. ഇപ്പം ഇനി ബാക്കി നിലത്തൂട്ട പടർന്ന് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അടിപൊളിയാക്കണം. നമുക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. നമ്മളെ പറമ്പത്ത് റംബുട്ടാനുണ്ട്, ഇഷ്ടം പോലെ ചക്ക. ഇത് നിത്യം പിടിക്കുന്നൊരു പ്ലാവാണ്. പിടിച്ചു കഴിഞ്ഞ് പടുത്ത പിടിക്കാൻ തുടങ്ങി. അപ്പുറത്തുള്ള ഒരുപാട് പ്ലാവുകൾ, അടി തൊട്ട് മുടി വരെ ചക്കയാണ്. അല്ലേ ഡയാന? അല്ലേ? എന്താപ്പാ തിന്ന ഉറങ്ങ അല്ലേ? അങ്ങനെ ബൈരൂട്ടൻ ചെടിയെല്ലാം കണ്ട്, അല്ല ബൈരൂട്ടാ, ഇനി ബൈരൂട്ടൻ
നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന വീട് മൊത്തം ഒരു ചെളിയാക്കിയിട്ട് പെയിൻ്റ് അടിച്ച് വരുന്ന. അപ്പോൾ ബൈരൂട്ടൻ ഇവിടെ നിൽക്ക്. ബൈരൂട്ടൻ വെള്ളമ്മയുണ്ട് ഇവിടെ കിടന്നിട്ട്. നമ്മൾ പിന്നെ വിചാരിച്ചു നമ്മൾ രണ്ടാളെ ഇല്ലു, ഇവരെല്ലാം അകത്ത്. ഞാനിങ്ങനെ ഒറ്റക്കാവുമ്പോൾ ഇവരെ അകത്ത് കയറ്റും, കൂട്ടുന്നു കൊണ്ടുവരും. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ വർത്താനം പറയാനും എല്ലാം ഒരാൾ വേണ്ടേപ്പാ. നമ്മളെ ഭർത്താവ് രാവിലെ പണിക്ക് പോയാൽ രാത്രിക്കാണ് വരാം. അപ്പോൾ ഒറ്റക്കന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഇവരുണ്ടാകുമ്പോൾ എനിക്ക് സമയം പോകുന്നേ അറിയില്ല. ഇവരോടെല്ലാം വർത്താനം പറഞ്ഞ് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഇവരെ കുളിപ്പിച്ച് ഇവരെ കൂട് വൃത്തിയാക്കി ഇവർക്ക് വെള്ളം കൊടുത്ത് അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് പോവും അല്ലേ ബൈരു? അപ്പോഴാണ് ബൈരുവിനെ കിട്ടിയിട്ട് നോക്കുമ്പോൾ ഇരട്ടിപ്പണി. അപ്പോൾ കുറേ ആൾ നമ്മളോട് ചോദിക്കും അവർ പൂച്ചേനെ എടുക്കുമോ നായേനെ എടുക്കുമോ എന്നില്ല. നമ്മളങ്ങനെ ഒരാൾ വളർത്തിയ പൂച്ചേനെയും നായേനെയും ഒന്നും എടുക്കലില്ല അല്ലേ റോക്കി? അങ്ങനെയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇതെല്ലാം ഇവർക്ക് അച്ചു ആദ്യം വന്ന മോനാണ്. ഓൻ ചെറുതിലേ സോഫയിലും കിടക്കയിലും കിടന്ന് വളർന്നുകൊണ്ട് ഓന് കിടക്ക വേണം. അപ്പം അയ്യൊരു കട്ടിലും അയ്യൊരു കിടക്കി ഓനങ്ങ് വിട്ടുകൊടുത്തു. ഓനതിൽ കിടന്നോളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവക്ക് ഭ്രാന്തൻ എന്നല്ല, ഇത് ശരിക്കും ഒരു ഭ്രാന്തൻ തന്നെയാണ്. ഇതിലൊന്നും പെട്ടുപോയിക്കൂടാ. ഇവരെ സ്നേഹത്തിൽ പെട്ടുണ്ടല്ലോ പിന്നെ തിരിച്ചു കയറാൻ പറ്റൂല അല്ലേ റോക്കൻ? റോക്കിനെയും ബെല്ലേനെയും മാത്രം കൂട്ടിലിടാൻ പറ്റൂല. കാരണം അവർ ബ്രീഡല്ലേ. അവർ പിന്നെ ഫാന് വേണം. അവൻ എ സിയിൽ വളർന്നതാ റോക്കി. ഞങ്ങൾക്ക് റൂമിൽ എ സി ഉണ്ട്. പക്ഷെ അതെല്ലാം സാമ്പത്തികമായിട്ട് ഉയർന്നിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ഇപ്പം അത് ഓണാക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. ഭയങ്കര ബില്ല് വരും. എന്നാലും ചിലപ്പോഴെല്ലാം ഞാൻ ഓണാക്കി ഇരുന്നാലും പിന്നീട് നമുക്കതില്ലാണ്ട് പറ്റൂല. അത്രയും പുറത്തിറങ്ങാൻ പ്രയാസമാവും. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കലില്ല. അങ്ങനെ എ സിയിൽ വളർന്നതാണ് റോക്കി. ബെല്ലേനെ ആരും എങ്ങനെ പോറ്റിയെന്ന് ആർക്കറിയാം. ബെല്ലേനെ ആരോ കൊണ്ടേ കളഞ്ഞതല്ലേ കൂത്തുപറമ്പ്. വരുമ്പോൾ ഞാനൂലും കണക്കുണ്ടായ ബെല്ലയാണ്. ഇപ്പം തടിച്ച് ഉണ്ടച്ചിയായിപ്പോയി. അപ്പോൾ നിൽക്കട്ടേന്ന്. എന്തിനാണ് നമ്മളിതെല്ലാം ചാവുമ്പോൾ കൊണ്ടുവന്നാ? അവരെങ്കിലും അവർ സൂയിക്കട്ടെ. ഒരു വീടെടുത്തിട്ട് നോക്കുമ്പോൾ ആൾ വേണ്ടേ ജീവിക്കാൻ? അപ്പോൾ അവർ കിടന്നോട്ടെ. പണ്ട് പറയില്ലേ എന്താ പറയുക, നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നെങ്കിൽ നായ കയറി ഇരിക്കുന്നു പറഞ്ഞ കണക്കാ ഇവരെല്ലാം കയറി ഇരിക്കുന്നു. അപ്പം ഇവർക്കെല്ലാം എല്ലാവരും ഒന്നും അകത്ത് കയറില്ല. കുറച്ചാൾക്ക് അങ്ങനത്തെ അകത്ത് കയറണമെന്നില്ല, പൂതിയൊന്നുമില്ല. അവർ പറമ്പത്ത് കളിച്ചോളും. പക്ഷെ ചില ആളെ അഴിച്ചു വിട്ടാൽ അവർക്കൊന്ന് അകത്തെല്ലാം കയറാനൊരു ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു കയറിക്കോട്ടെ, കുറച്ച് കിടന്ന് പോയിക്കോട്ടെ. ബൈരുവിന് മോനൂട്ടൻ വന്നിട്ടുണ്ട്. മോനൂട്ടനുമായിട്ട് ഭയങ്കര കളി. മോനൂട്ടനും ഇടയ്ക്ക് റൂമിലെല്ലാം ഒന്ന് കയറണം തോന്നും, ഹാളിൽ. ഞാൻ പറയും കയറിക്കോ മോനെ, ഒന്ന് അടിച്ച് വാരി തുടച്ചാൽ വൃത്തിയാവുന്ന അല്ലേ? വൃത്തിയാക്കിയാലും വൃത്തിയാകാത്തത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വൃത്തിയാവും. എൻ്റെ തറയെല്ലാം ഞാൻ എപ്പോഴും നീറ്റാക്കി ഇടും. നല്ല ക്ലീൻ ആയിരിക്കും. ഒരു പൊടിയോ ഒരു മണ്ണോ ഒന്നും ഇല്ലാത്ത രീതിയിൽ. എന്നാലും ചിലപ്പോൾ എല്ലാം ഉണ്ടാവുമെങ്കിലും നമ്മൾ തുടച്ചിട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ ഇവരായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ചെളിയാവും. ഒരു മോപ്പ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും തുടച്ചോണ്ട്. അതുകൊണ്ട് തറയെല്ലാം നല്ല നീറ്റായി. ഇപ്പം ചുമരെല്ലാം നീറ്റാക്കി, ചുമരെല്ലാം അടിപൊളിയാക്കി. ഇപ്പം പെയിൻ്റെല്ലാം അടിച്ചിട്ട് ഇനി പുറത്ത് പെയിൻ്റ് അടിക്കാനുണ്ട്. നമ്മൾ നായിനെയും പൂച്ചനെയും വളർത്തുമ്പോൾ നല്ല വൃത്തി ഉണ്ടാകണം. അപ്പം മോനൂട്ടൻ കണ്ട ഡിസംബർ വന്നിട്ട് 5 കുട്ടികൾ ഇവരുണ്ടായത്. 5 കുട്ടികളിൽ ബാക്കി 4 പേരും പോയി. അതിൽ ഒരാൾ കാണാണ്ടായതാണ്. കുറുക്കറ്റ് ഒന്ന് ചിറങ്ങിപ്പോന്നെ. പിന്നെ ക്യാമറ നോക്കിയിട്ടാകുമ്പോൾ കണ്ടു. ഒരാളെ കാണാനേ ഇല്ലാണ്ട് എങ്ങോട്ട് പോയി എവിടെ പോയി അത് നല്ല അസുഖം മറ്റെല്ലാം ആയിപ്പോയിരുന്നു. പിന്നെ ഒരു കുഴിച്ച കുഞ്ഞിനെ എല്ലാവർക്കും അറിയാലോ, അതും വേറൊരു കുഞ്ഞിനും ഡിസംബർ വന്നിട്ട് മരിച്ചു. പിന്നെ എൻ്റെ അപ്പൂട്ടൻ, പിന്നെ എൻ്റെ പിർക്കാച്ചി, ഇവരെല്ലാം പോയി. പക്ഷെ ഞാനത് ഓർമ്മിക്കലില്ല കേട്ടോ. അത് ഓർമ്മിച്ചാൽ വട്ടായി പോകും. ഞാൻ പറയുമ്പോൾ പോലും അത് ഓർമ്മിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക,
അത്രക്ക് ഡേഞ്ചറായ ഒരു രോഗം, മാരക രോഗത്തുനിന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടൊരു വിദ്വാനാണ് ഈ മോനൂട്ടൻ. ഇവൻ്റെ കോലം കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതൊന്നും സാരമില്ല, കോലെല്ലാം അങ്ങനെ ഇരുന്നോട്ടെ, അതിൽ ഇനി നമുക്ക് റെഡിയാക്കാം. മെലിഞ്ഞ് ഇതായിപ്പോയി. അങ്ങനെ ഡിസ്റ്റംബർ എന്ന മഹാരോഗത്തിനെ തോൽപ്പിച്ച വിദ്വാനാണ് ഇത്. പിന്നെ കുറേ ആൾ രക്ഷപ്പെട്ടു. പിന്നെ കുറേ പെൺകുട്ടികൾ, ബോളൻ, എല്ലാവരും എല്ലാവർക്കും CD വന്നിട്ടുണ്ട്. CD വന്ന ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. ഇവരിപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. അപ്പോൾ ഈ ചെക്കനെ ആരും ഏറ്റെടുക്കാൻ ആദ്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഞാനും മടിച്ചു. എന്താ വെച്ചാൽ ഇവിടെ ഇതല്ലേ, ഡിസ്റ്റംബർ അല്ലേ. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കെടുക്കാൻ കഴിയില്ല ഡോക്ടറെ, ഡിസ്റ്റംബറാണ്. ഡിസ്റ്റംബറാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ആരാ മാഡം ഈ ബോധമില്ലാത്ത, അന്ന് ബോധം ഉണ്ടായിട്ടേ, ഫുൾ കിടപ്പല്ലേ, ഇങ്ങനെ അനങ്ങും ചെയ്യില്ലല്ലോ, അനങ്ങാതെ കിടപ്പല്ലേ, ഈ ബോധമില്ലാത്ത കുഞ്ഞിനെ എടുക്കുന്നേ, മാഡം തന്നെ എടുക്ക്, നമുക്ക് നോക്കാം, വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന്. അങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഡിസ്റ്റംബറിൽ ഇവർക്കെല്ലാം മാറിയില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ കാല് കണ്ട. ഇതെൻ്റെ ചിരിക്കുടുക്ക കിങ്ങിണി. എവിടെ പോയിരുന്നു? എവിടെയാ പോയേ? കിങ്ങിണീനെ കണ്ടില്ലല്ലോ. കിങ്ങിണി എവിടെയാ പോയേ? അങ്ങനെ ചോദിച്ചാൽ ചിരിക്കും. കിങ്ങിണി എന്നോട് ചോദിച്ചാൽ എവിടെ പോയേ? അത് ദേഷ്യപ്പെടണം. ചിരിയാണെങ്കിൽ പതുക്കെ പറഞ്ഞൊന്നും ചിരിക്കുക. കിങ്ങിണി ഉണ്ടാ, ചിരിക്കുന്നുണ്ടാ? ഇല്ല. കിങ്ങിണി എവിടെയാ പോയേ? കിങ്ങിണി എവിടെയാ പോയ? എൻ്റെ മേത്ത് കയറും, എന്നിട്ട് ചിരിക്കും. എടി കിങ്ങിണി എവിടെയാ പോയേ? നീ എവിടെയാ പോയേ? എൻ്റെ ചിരിയാണ് നിൽക്കട്ടെ. എൻ്റെ ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ ചിരിച്ച് മയക്കും വഴക്ക് പറയുമ്പോൾ. നിന്നോട് പറഞ്ഞ കിങ്ങിണി എവിടെയാ ചോദിച്ചാൽ, കിങ്ങിണീനെ ഞാൻ ഇന്ന് കണ്ടില്ല. എവിടെയാ കിങ്ങിണി പോയത്? കിങ്ങിണി എവിടെയാ പോയേ? ഞാൻ അടിക്കും കിങ്ങിണി എവിടെയാ പോയെന്ന്. എനിക്ക് എൻ്റെ ചിരിയാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിരി. ഇവൻ ഭയങ്കര സാധനമായി ചെറുത്, അതിനെ കടിച്ച് ശരിയാക്കും. ഈ ആദ്യമായിട്ട് എനിക്ക് ചിരിക്കുന്നുണ്ട് കേട്ടോ. കിങ്ങിണി ആ വഴക്ക് പറയുമ്പോഴേ ചിരിക്കുള്ളൂ. കിങ്ങിണി കറിയടി എവിടെ? നീ എവിടെയാ പോയേ? എനിക്കറിയണം നീ എവിടെയാ പോയെന്ന്. കിങ്ങിണി ഇവിടെ കറി. കിങ്ങിണി എവിടെയാ പോയേ? തെണ്ടാൻ പോയായിരുന്നു അതോ മുകളിൽ നിന്നുണ്ടായിരുന്നു? എന്താ ചെയ്തേ? കിങ്ങിണി എന്നാ ചെയ്തേ? കിങ്ങിണി ചോദിക്കുന്നതിന് ഉത്തരം പറ. കിങ്ങിണി എന്നാ ചെയ്തേ? എവിടെയാ പോയെന്ന് വെച്ചേ? എവിടെയാ പോയെന്ന് വെച്ചേ? കിങ്ങിണി അയ്യോ അക്കടിക്കാതെ. കുരുത്തങ്ങട്ട ചക്കനാ. അപ്പം ഇത് കുരുത്തങ്ങട്ട ചക്കനാ. എല്ലാത്തിനും ഞാൻ കൂട്ടിലാക്കുവേ. ഞാൻ കുറച്ച് കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫ്രീഡം തരുമ്പം നിങ്ങളെല്ലാം കൂടിയിട്ട് കുറ്റക്ക കഴിച്ചിട്ട് എല്ലാത്തിനും കൂട്ടിപ്പെറുക്കിയിടും. ഇപ്പം കേട്ടിനാ? എല്ലാത്തിനും കൂട്ടിപ്പെറുക്കിയിടും. കിങ്ങിണീനെ പ്രത്യേകിച്ച്. കിങ്ങിണി പുറത്തുകൊണ്ടാ. എവിടെയാ വന്നേ നീ? കിങ്ങിണിയോട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം കിങ്ങിണി പറയാം. കിങ്ങിണി എവിടെയാണ് പോയത്? തെണ്ടാൻ പോയായിരുന്നോ? ഇപ്പടി കിട്ടും. തെണ്ടാൻ പോയാ ഇപ്പം കിട്ടടി. എവിടെയാ പോയതെന്ന് പറഞ്ഞേ. എടി നീ എവിടെയാ പോയെന്ന് എന്നോട് ചോദിച്ചോട്ടില്ലേ നീ എവിടെയാ പോയെന്ന്? അടി 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 കറിയില്ലടി. എവിടെയാടി പോയേ പറഞ്ഞേ. എവിടെയാ പോയേ? നീ അമ്മയ്ക്ക് ഉമ്മ തന്നെ. അമ്മയ്ക്കൊരു ഉമ്മ തന്നെ. അമ്മയുടെ പൊന്നിന് അമ്മ വക്ക് പറഞ്ഞോടി. വക്ക് പറഞ്ഞോന്ന്. എടി തെണ്ടി, എടി കളി തെണ്ടി. മോനോട്ടൊരു ഭയങ്കര സൗണ്ടാ. മോനോട്ട് ഇവര് ഉണ്ടല്ലോ, അടി കൊടുക്കുന്നെന്ന് പറഞ്ഞാലോ വഴക്ക് പറഞ്ഞാലോ ഒന്നും അവനെ യേശുവില്ല. കാരണം അവനിപ്പോഴും ഒരു അബോധാവസ്ഥയിലാണ്, ശരിയായിട്ടില്ല. അടി നിനക്ക് നീ എന്നോട് കുച്ചക്കട കളിക്കാൻ മാത്രം പറഞ്ഞോ? എന്നോട് അടി അടി
അടി അടി അടി നിക്കടി കിട്ടും. നീ അത്ര മോശമൊന്നുമല്ല. നീ നിക്കടി കിട്ടും. നിക്കടി കിട്ടുന്നേ.